അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ ആളുകളും പൊതുവെ അന്വേഷിക്കാറുള്ളത് ലാഭങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ കച്ചവടക്കാർ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ലാഭത്തെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കും. അപ്പോൾ ലാഭകരമായ എന്തെങ്കിലും പദ്ധതികളുണ്ടോ എങ്കിൽ ഞാനുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. ലാഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, അവരുടെ മണി സ്പെൻഡ് ചെയ്യുക. അവർക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ആ ചെലവഴിക്കാൻ അവർ സന്നദ്ധരാകുന്നത് അതിൽ നിന്ന് പ്രോഫിറ്റ് ലഭ്യമാണോ എന്നതാണ് ആളുകൾ അന്വേഷിക്കാറുള്ളത്. അത് മനുഷ്യപ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടമല്ലാത്ത ഒരു കച്ചവടത്തെ സംബന്ധിച്ച്, ലാഭകരമായ ഒരു കച്ചവടത്തെ സംബന്ധിച്ച് ഖുർആനിലൂടെ അറിയിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനെന്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തുഅ്മിനൂന ബില്ലാഹി വ റസൂലിഹി, അല്ലാഹുവിലും അവൻ്റെ റസൂലിലും അടിയുറച്ച് വിശ്വസിക്കുക എന്നതാണ്. വിശ്വാസം എന്നത് നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകണം. അള്ളാഹുവിനെയും റസൂലിനെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നതാകണം. വെറുതെ കേവലമായ ഒരു വിശ്വാസം കൊണ്ട് കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ഈ നോക്കുന്നത്, ഞാൻ ഈ സംസാരിക്കുന്നത്, എൻ്റെ ജീവിതത്തിലെ ഇടപാടുകൾ മുഴുവനും അള്ളാഹുവിൻ്റെ തൃപ്തിക്കാണ്, റസൂല് പറഞ്ഞതനുസരിച്ചാണ് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി നമുക്കത് നിർവഹിക്കാൻ കഴിയുമ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസികളാകുക. ഒരു പക്ഷേ നമ്മുടെ ആ സന്ദർഭത്തിലും സാഹചര്യത്തിലും നമുക്കിഷ്ടപ്പെട്ടുകൊള്ളണം എന്നില്ല. പക്ഷെ എൻ്റെ നാഥൻ ഇഷ്ടമാണെങ്കിൽ, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ സൃഷ്ടിച്ച എൻ്റെ നാഥൻ ഇഷ്ടമാണ് എങ്കിൽ അത് ചെയ്യണം. നമ്മുടെ ഇച്ഛകൾക്ക് വിരുദ്ധമാണെങ്കിലും അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം എന്നോർക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് അതാണ് ഒന്നാമത്തെ മൂലധനമായി അതിൽ പറയുന്നത്. തുഅ്മിനൂന ബില്ലാഹ് വതുജാഹിദൂന ഫീ സബീലില്ലാഹ് ബിഅംവാലിക്കും വഅൻഫുസിക്കും. നിങ്ങളുടെ ധനം കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദിൽ ഏർപ്പെടണം. എന്താ ജിഹാദ് എന്ന് പറഞ്ഞാൽ? യുദ്ധം ചെയ്യലാണോ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അവൻ്റെ ദീനിനെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് നമുക്ക് ഏറ്റവും നല്ല അവസരങ്ങളാണ് ഇപ്പോഴുള്ളത്. ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ സ്വാഭാവികമായും നാം വെറുതെ സമയം ചെലവഴിക്കാതെ, പ്രിയപ്പെട്ടവരെ, ഈ മാർഗത്തിലേക്ക് വരാൻ നമുക്ക് പറ്റിയ ഏറ്റവും നല്ല ഒന്ന്, നമ്മൾ ഉൾക്കൊണ്ട ആശയങ്ങളെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ ഒരു ഭാഗം നിർവഹിക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ ശരീരം, നമുക്ക് കിട്ടിയ അനുഗ്രഹം അതുപയോഗിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യുന്ന ആളുകളായിത്തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷിക്കുമാറാവട്ടെ. അത്തരം നന്മകൾ ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.